വിശദമായി കേരളമാകെ ശക്തമായ മഴക്കെടുതിയാണ് അനുഭവപ്പെടുന്നത്. പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരപ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കണ്ണൂർ ജില്ലയിലും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. കൊട്ടംചുരം സ്വദേശി ഖനീഫയാണ് ഒഴുക്കിൽപ്പെട്ടത്. പേരാവൂർ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസും നാട്ടുകാരും ചേർന്ന് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. യുവാവ് ഒഴുക്കിൽപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ദൃശ്യങ്ങൾ കാണാം നമുക്ക്. യുവാവ് ഒഴുക്കിൽപ്പെട്ട് ഹനീഫ ഒഴുക്കിൽപ്പെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാഞ്ഞിരപ്പുഴ വലിയ രീതിയിൽ ഒഴുകുമ്പോൾ, മലവെള്ളപ്പാച്ചിൽ ഒഴുകുമ്പോൾ അതിൽ ഒഴുക്കിപ്പെട്ടാണ് ഹനീഫയെ കാണാതാവുന്നത്. ആ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഈ യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ്. നാട്ടുകാർ ഒപ്പം തന്നെ ഫയർഫോഴ്സ് അടക്കമുള്ളവർ സജ്ജമായി സ്ഥലത്ത് തിരച്ചിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. സുമേഷ് മൊറാഴ ചേരുന്നു. സുമേഷ്, എന്താണ് സാഹചര്യം? യുവാവിന് വേണ്ടിയുള്ള തിരച്ചിൽ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, ഇന്ന് ഉച്ചയോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത്. ഈ പുഴയിലൂടെ ഒഴുകി വരുന്ന തേങ്ങ ശേഖരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. ഈ പേരാവൂർ തുണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരപ്പുഴയിലാണ് ഇദ്ദേഹം ഈ ഒഴുക്കിൽപ്പെട്ടത്. ഈ കോട്ടപുരം സ്വദേശി ഹനീഫയാണ് ഒഴുക്കിൽപ്പെട്ടത്. പേരാവൂർ ഫയർഫോഴ്സും നാട്ടുകാരും ഇപ്പോൾ അവിടെ ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇദ്ദേഹം ആദ്യം ഒരു തവണ ഈ പുഴയിൽ ഇറങ്ങുകയും തേങ്ങ ശേഖരിക്കുകയും പിന്നീട് രണ്ടാമതും പുഴയിൽ ഇറങ്ങിയ സമയത്താണ് ഇദ്ദേഹം ഒഴുക്കിൽപ്പെട്ടത് എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഏതായാലും കണ്ണൂരിൽ ഈ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഈ പഴശ്ശി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഇപ്പോൾ നിലവിൽ ഉയർത്തിയിട്ടുണ്ട്. റിസർവറിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ ജലവിതരണം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടി എന്നാണ് ഈ പദ്ധതി സെക്ഷൻ അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ജില്ലയിൽ ഈ കനത്ത മഴയെ തുടർന്ന് നാശനഷ്ടങ്ങളും ഇതിനകം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൊട്ടിയൂർ ഇരിട്ടി മേഖലകളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. ഈ കൊട്ടിയൂർ പാൽച്ചുരത്തിൽ ചെകുത്താൻ റോഡിന് സമീപം ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ വീടുകൾക്കും നാശനഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സജിത്ത്, സുമേഷ്, ഇപ്പം ജില്ലയുടെ അവസ്ഥ എങ്ങനെയാണ്? റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലമല്ലേ? അവിടെ മഴ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും സജിത്ത്, നിലവിൽ ജില്ലയിൽ റെഡ് അലേർട്ടാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. മലയോര മേഖലയിലാണ് ഇപ്പോൾ മഴ ശക്തമായി തുടരുന്നത്. ഈ നഗരപ്രദേശങ്ങളിൽ മഴ അല്പം ശമനം ഉണ്ടെങ്കിൽ പോലും മലയോര മേഖലയിലാണ് ഇപ്പോൾ ആശങ്ക ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഉരുൾപൊട്ടൽ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ഈ ജില്ലാ അധികൃതർ ഇപ്പൊ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിപ്പുകൾ നിലവിൽ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ കൊട്ടിയൂർ മേഖലകളിലും ഈ പെരിങ്ങും കോഴിച്ചാൽ പ്രദേശത്ത് ഈ മണ്ണിടിച്ചിൽ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ ഫയർഫോഴ്സും ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നിലവിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആറളം ഫാമിന്റെ 11, 13 ബ്ലോക്കുകളിൽ ഈ വെള്ളം കയറി അവിടെ നേരത്തെ തന്നെ ആളുകൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ ഉണ്ടായ ശക്തമായ മഴയിൽ ഈ വേങ്ങര കക്കാട് പുറത്ത് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീടിന് നേരെ വീട് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉളിക്കൽ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 2 പാലങ്ങൾ വെള്ളത്തിൽ അകപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിവിധ നാശനഷ്ടങ്ങളാണ് ജില്ലയിൽ ഇതിനകം ഉണ്ടായിട്ടുള്ളത്. സജിത്ത്, അതാണ് സാഹചര്യം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതാണ്. ഹനീഫ എന്ന യുവാവ് പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെടുന്ന ദൃശ്യങ്ങളാണ്. വലിയ കുത്തൊഴുക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. മലവെള്ളം ഒഴുകിപ്പോവുകയാണ്. അവിടെയാണ് സുമേഷ് സൂചിപ്പിച്ചതുപോലെ തേങ്ങ പെറുക്കാനായി ശ്രമിച്ചപ്പോൾ ആദ്യം രണ്ടാം വട്ടവും ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ ഒഴുക്കിൽപ്പെട്ടത്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടപടികൾ സജീവമായി തന്നെ തുടരുകയാണ്. നിരവധി മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് നിരവധി അപകട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സംസ്ഥാനത്ത് ഇതിനകം തന്നെ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നതാണ് സാഹചര്യം. നിരവധി ആളുകളെ കാണാതായ സംബന്ധിച്ചുള്ള പരിശോധനകളും തെരച്ചിൽ നടപടികളും നടക്കുന്നുണ്ട്. അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വേണ്ടിയുള്ള സജീവമായ നീക്കങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. നാട്ടുകാരും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും അടക്കം കളത്തിലിറങ്ങിക്കൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.